السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദർസിൻ്റെ ആരംഭം അത് കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ദർസ് തുടങ്ങാൻ നല്ല ദിവസമായി മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് ഒന്ന് ബുധനാഴ്ച, മറ്റൊന്ന് തിങ്കളാഴ്ച. ഈ തിങ്കളാഴ്ച ഒരു പ്രത്യേകത കൂടിയുണ്ട്. അഷ്റഫുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്നത് തിങ്കളാഴ്ചയാണ്. ആ നിലയ്ക്ക് അതിൻ്റെ ഒരു ബർക്കത്തും നമ്മുടെ ഈ ദർസിൽ ഈ തിങ്കളാഴ്ച തുടങ്ങുന്നത് കൊണ്ട് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൽമ് പഠിക്കുക എന്നതാണ് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളൊക്കെ വന്നതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ആ ലക്ഷ്യമാണ് പ്രധാനമായി നാം കാണേണ്ടതും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ, നബിയെ തങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന് തങ്ങൾ പറയണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല. അറിവുള്ളവർ അറിവില്ലാത്തവരെക്കാൾ വലിയ മഹത്വമുള്ളവരാണ്. ഇത് പഠിപ്പിക്കാനാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അള്ളാഹു ഈ ആയത്ത് ഇറക്കുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയാൻ പറഞ്ഞു, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. വഖുൽ, തങ്ങൾ പറയണം, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം, ഇൽമ് വർദ്ധിപ്പിച്ചു തരണം എന്ന് തങ്ങൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയാൻ പറഞ്ഞു. അപ്പോൾ ഇൽമ് എന്നത് വലിയ മഹത്വമുള്ളതാണ്. അത് വർദ്ധിപ്പിച്ചു തരണമെന്ന് നബിയോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാം അതിൻ്റെ ജീവൻ അറിവാണ്, നോളജിയാണ്, വിജ്ഞാനമാണ്. അറിവില്ല
എങ്കിൽ ഇസ്ലാം ഇല്ല എന്നാണ്. ജീവനില്ല ഇസ്ലാമിന്. ഒരു മുസ്ലിം വിവരമുള്ളവനാവണം. വിവരമുള്ള മുസ്ലിമാണ് അവൻ്റെ അറിവ് അനുസരിച്ച് ദീനിനെ അവൻ ഹയാത്താക്കുക, അവൻ ജീവിതത്തിൽ ദീൻ നടപ്പിലാക്കി ദീനിനെ ഹയാത്താക്കുക. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ അംബിയാ ലം യൂരിസു ദീനാറം വലാ ദിർഹമ. അമ്പിയാക്കൾ സമ്പത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നും അവർ അനന്തരമാക്കിയിട്ടില്ല. വറസുൽ ഇൽമ, അമ്പിയാക്കൾ അനന്തരാക്കിയത് ഏതിനെയാണ്? ഇൽമിനെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ, ഉഖ്റവിയായ പണ്ഡിതന്മാർ. അള്ളാഹു അക്കൂട്ടത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് ഇൽമ്, അതിനെ സ്നേഹിക്കാനും പഠിക്കാനും തയ്യാറാവുക. ഇൽമിനോടൊപ്പം ഹിൽമ് വേണം. അതോടൊപ്പം വളരെ പ്രധാനമായി വേണ്ടത് അദബ്. ഇൽമ് വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അദബാണ്. ബുദ്ധി കൊണ്ട് കുറേ കാര്യം നേടിയാൽ പോലും അദബ് നഷ്ടപ്പെട്ടു പോയാൽ അത് നിഷ്ഫലമായി പോകും. അതിന് വലിയ ഉദാഹരണമാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന് ഇൽമ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്, മലക്കുകളുടെ ഗുരുനാഥൻ വരെ ആയിരുന്നു. അഹങ്കാരം വന്നു. അള്ളാഹു ആദരിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ, അവിടത്തോട് അദബ് പാലിക്കാൻ തയ്യാറായില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ലോകത്ത് ശപിക്കപ്പെട്ടവനായി ഇബ്ലീസ് മാറി. അങ്ങനെ ലോകത്ത് ആരൊക്കെ തകർന്നിട്ടുണ്ടോ അച്ചടക്കമില്ലാത്ത കാരണം കൊണ്ടാണ്. ലോകത്ത് ആരൊക്കെ ഉന്നത സ്ഥാനത്ത് ഉയർന്നിട്ടുണ്ടോ അച്ചടക്കം ഉള്ളവരാണ്. ഇതാണ് നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉസ്താദന്മാരോടുള്ള പെരുമാറ്റം, ഷേഖന്മാരോടുള്ള പെരുമാറ്റം, അവരോടുള്ള അച്ചടക്കം, മഹാന്മാരെ ഹളറത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ കിടക്കുമ്പോൾ, അങ്ങനെ അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളും അതുപോലെ വ്യക്തികൾ ഉള്ള സമീപത്തും എത്രമാത്രം താഴ്മ കാണിക്കാൻ, അച്ചടക്കം കാണിക്കാൻ കഴിയുന്നുവോ അത്രയും അവൻ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നതാണ്. അല്ലാത്ത ആളുകൾ താഴേക്ക് പോയി പോകും എന്നതാണ് ഇന്നലെ വരെ ഉള്ള ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുന്ന യാഥാർത്ഥ്യം. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ഇൽമുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ദർസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഞാൻ ചൊല്ലുന്നത് പോലെ
ഏറ്റു ചൊല്ലുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുയസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഫഹ്മൻ വഅദബൻ കാമിലാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഫഹ്മൻ വഅദബൻ കാമിലാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഫഹ്മൻ വഅദബൻ കാമിലാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദ്ദസനാ അൽ ഹുമൈദിയു അബ്ദുല്ലാഹി ബിൻ സുബൈർ ഖാല ഖദ്ദസനാ സുഫിയാൻ ഖാല ഖദ്ദസനാ യഹ്യ ബിൻ സഈദ് അൽ അൻസാരി ഖാല അഖ്ബറനി മുഹമ്മദ് ബിൻ ഇബ്രാഹിം തൈമി അന്നഹു സമിയ അൽഖമത ബിൻ വഖാസ് ലൈസിയ യഖൂൽ സമിഅതു ഉമർ ബിൻ അൽ ഖത്താബി റളിയല്ലാഹു അൻഹു അലൽ മിമ്പർ ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇം മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദർസ് പൂർണ്ണമായി കബൂലാക്കുമാറാവട്ടെ. ഈ ദിവസത്തോടു കൂടി നമ്മുടെ ദർസ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാ വിജയവും അള്ളാഹു നൽകുമാറാവട്ടെ. താജുൽ ഔലിയ ഖാസിം വലിയുള്ളാഹി തങ്ങൾക്ക് അവരുടെ പൊരുത്തം ഉണ്ടാവുന്ന രൂപത്തിൽ അവരുടെ നാമധേയത്തിൽ സ്ഥാപിച്ച ഈ സ്ഥാപനത്തെ വളർത്താനും ഉയർത്താനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ഗുണവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.